തിരുവനന്തപുരം നേമത്ത് പണം നൽകി വോട്ടേഴ്സിനെ സ്വാധീനിക്കാൻ ശ്രമിച്ചുവെന്ന് ബി.ജെ.പിക്കെതിരെ ഗുരുതര ആരോപണവുമായി എൽ.ഡി.എഫും യു.ഡി.എഫും ഒരു വോട്ടിന് 15,000 രൂപ വീതം ഗൂഗിൾ പേ വഴി നൽകിയെന്ന് എൽ.ഡി.എഫ് സ്ഥാനാർത്ഥി വി ശിവൻകുട്ടി ആരോപിച്ചു. മണ്ഡലത്തിൽ എൻ.ഡി.എ പണമൊഴുക്കിയതായി പരാതി നൽകിയിട്ടുണ്ടെന്ന് യു.ഡി.എഫ് സ്ഥാനാർത്ഥി കെ.എസ്. ശബരിനാഥനും പ്രതികരിച്ചു. കോടാനുകോടി രൂപയാണ് ഈ തെരഞ്ഞെടുപ്പിന് വേണ്ടി ബി.ജെ.പി കേരളത്തിൽ ചെലവഴിച്ചിരിക്കുന്നത്. മദ്യമൊക്കെ തന്നെ ഹോൾസെയിൽ വിലയ്ക്കാണ് വാങ്ങിയിരിക്കുന്നത്. കാശ് കൊടുക്കുന്നത് വെച്ചാൽ ഗൂഗിൾ പേ ആണ്. ഒരു വോട്ടിന് 15,000 രൂപ വരെ കൊടുക്കുകയാണ്. തെളിവ് ചോദിച്ചാൽ തെളിവൊന്നുമില്ല. പക്ഷേ കൊടുത്തവർ വാങ്ങിയവർ തന്നെ പറയുകയാണ്. വാങ്ങിയിട്ട് അവർ വോട്ട് ചെയ്യേണ്ട ആൾക്കാർക്ക് വോട്ട് ചെയ്യുന്നുണ്ട്. അത് ആദ്യമേ ഇത് പറഞ്ഞത് ഞാനാണ്. കാരണം നിങ്ങളുടെ നിയമത്തൂടെ പോയാൽ നമ്മൾ തിരുവനന്തപുരം ഭാഷ പറഞ്ഞ ചെറിയ മുടുക്കിൽ പോലും ഫ്ലെക്സ് വെച്ചേക്കുകയാണ്. നമ്മളൊക്കെ പട്ടികയിലാണ് അടിക്കുന്നത് ഈ റേറ്റ് കാരണം. സ്റ്റീൽ ഫ്രെയിമിൽ 10,000-2,000 ഫ്ലെക്സുകൾ ഈ നഗരത്തിൽ. അപ്പം അതിൻ്റെ വലിയൊരു പണത്തിൻ്റെ കൊഴുപ്പ് ഈ പറഞ്ഞ നോർത്ത് ഇന്ത്യയിലൊക്കെ ചെയ്യുന്ന പോലെ തന്നെ വോട്ടിന് 5,000, വോട്ടിന് 10,000 അടക്കമുള്ള പല കാര്യങ്ങളും നമുക്ക് അറിഞ്ഞിട്ടുണ്ട്. നമ്മൾ പരാതിയും കൊടുത്തിട്ടുണ്ട്. പക്ഷേ ജനങ്ങൾ അതൊന്നും നോക്കില്ല. ഒരുപക്ഷെ പാവപ്പെട്ട ആളുകൾ പൈസ വാങ്ങിച്ച് കാണും. പക്ഷെ എന്നാലും വോട്ട് അവർ മതേതര മുന്നണിക്ക് നൽകി കാണത്തുള്ളത് ഉറപ്പാണ്. ആരോപണം ഉന്നയിക്കുന്നത് പൂട്ടും താക്കോലും കയ്യിലുണ്ട് എന്ന് പറഞ്ഞ വ്യക്തി എന്നാണ് വി ശിവൻകുട്ടിയുടെ ആരോപണത്തിൽ എൻ.ഡി.എ സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖരൻ മറുപടി. പരാതി ഉണ്ടെങ്കിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനോടും പോലീസിനോടും പരാതി പറയട്ടെ എന്നും രാജീവ് ചന്ദ്രശേഖർ പറയുന്നു. അത് അദ്ദേഹമല്ലേ പറഞ്ഞത്, അദ്ദേഹത്തോട് ചോദിക്കൂ. അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ തെളിവെല്ലാം ഇത് നോക്കൂ. വിഡ്ഢിത്തരല്ലേ, പൊട്ടത്തരല്ലേ, വേണ്ടാത്ത കാര്യം. 10 കൊല്ലം ഇവിടെ MLA ആയിരുന്നു, മേയറായിരുന്നു. ഇനിയിപ്പോൾ ഇന്ന് ഞാൻ നല്ലൊരു ദിവസമാണ്. ഒരു വിവാദത്തിൽപ്പെടാൻ എനിക്ക് പറയാനും ഒരു ആഗ്രഹമില്ല, താല്പര്യമില്ല.